ഈ ശബരിമലയിലുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഹൃദയം കൊണ്ട് നമ്മൾ വേദനിപ്പിച്ചു. ഇപ്പോൾ സ്ത്രീ പ്രവേശനം, സ്ത്രീകൾക്ക് എന്താ ശബരിമലയിൽ പ്രവേശിച്ചൂടെ എന്ന് 2018 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിനുശേഷം ഉണ്ടായത് അത് കണക്റ്റഡ് ആണോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഉണ്ടായത് മഹാപ്രളയമാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ രണ്ടും കൂടെ കണക്റ്റഡ് ആണെന്ന് ചേട്ടൻ വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ ഉണ്ടായ സംഭവങ്ങൾ അങ്ങനെയാണ്. ഈ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളി മുതൽ സ്വർണത്തിൻ്റെ മറ്റേ അരഞ്ഞാണം വരെ അടിച്ചുകൊണ്ടുപോയവന്മാരെല്ലാം ഇപ്പം അകത്തല്ലേ? ആണോ? അവസാനം ഈ വിഗ്രഹത്തിന് ഒരു കറുപ്പുണ്ട്, നെയ്യഭിഷേകം ചെയ്ത് അതിനെ മാറ്റിപ്പടിക്കണമെന്നുള്ള നിർദ്ദേശം വരുന്ന സെറ്റപ്പായപ്പോഴാണ് പുള്ളിക്കാരൻ റിയാക്ട് ചെയ്തതെന്നാണ് ഇവിടുത്തെ. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം 40 ദിവസം വെറുതെ എടുത്ത് മലയാളമൊക്കെ തരുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷമാണ് ഇതൊക്കെ ഇതൊന്നും യാഥാസ്ഥിതികമായി സംഭവിക്കണമെന്നില്ല, പക്ഷേ ആസ് എ ബിലീവർ ഇതൊക്കെ നമ്മൾ വിശ്വസിച്ച് പോവുകയാണ്. അത്രയും കൊല്ലമില്ലാത്ത പ്രളയമാണ്, വലിയ പ്രളയമാണ് 2018 ഉണ്ടായത്, 2018 ഉണ്ടായത്. അത്രയും ഹ്യൂജ് ഡിസാസ്റ്ററാണ്. അതിനുശേഷം ഞാൻ വളരെ പ്രളയം വന്നത് ഒരു നാച്ചുറൽ കലാമിറ്റി അല്ലേ ചേട്ടാ? അപ്പോൾ സ്ത്രീകൾ കയറിയത് അല്ലെ, സ്ത്രീകൾ കയറിയത് നാച്ചുറൽ കലാമിറ്റിയും കൂടെ എങ്ങനെയാ ചേട്ടാ നമുക്ക് കോർത്തെടുക്കാൻ പറ്റും? അത് രണ്ട് കാര്യമാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ വിശ്വാസമാണ്. ഞാൻ പറയുന്നത് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. എൻ്റെ മിത്ത്, എൻ്റെ ബിലീഫ്, അത് എൻ്റെ മാത്രം സ്വാതന്ത്ര്യമാണ്. അല്ല, റിലീജിയൻ നമ്മൾ വേറെ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉപയോഗിക്കരുത്. ഞാനൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല. ഞാൻ അതേ സമയം തന്നെ ഞാൻ പള്ളിയിൽ പോകുന്ന ആളാണ്, ഞാൻ വെട്ടുകാട് പോകുന്ന ആളാണ്,